കിങ് ലയർ 22 വർഷത്തിനു ശേഷം ഒത്തുചേർന്ന വസന്തം. സിദ്ദിഖ് ലാൽ മലയാള സിനിമയുടെ ഗോഡ് ഫാദർമാരല്ല. പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിന്റെ തിരക്കഥ ഇവരുടേതാണെന്ന് എത്ര പേർക്കറിയാം? ആ കൂട്ടുകെട്ടിന്റെ വളർച്ച വളരെ സാവധാനത്തിലായിരുന്നു. റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രം എല്ലാം മാറ്റിമറിച്ചു. ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ റാംജി റാവു സിദ്ദിഖ് ലാൽ എന്ന സംവിധായക ജോഡിയെ മലയാളത്തിനായി പ്രതിഷ്ഠിച്ചു. ഗോഡ് ഫാദർമാരല്ലാത്തവർ ഒരു ഗോഡ് ഫാദർ ഒരുക്കി. അതിലെ അഞ്ഞൂറാൻ മുതലാളിയും ആനപ്പാറ അച്ചാമ്മയും കേരളത്തിന്റെ മണിമുത്തുകളായി. തൊട്ടതെല്ലാം പൊന്നാക്കിയ കൂട്ടുകെട്ട് പതുക്കെ പിരിയലിന്റെ വക്കത്തെത്തി. സൗഹൃദം പിരിയാതെ രണ്ടുപേരും രണ്ടു വഴിക്കായി. സിദ്ദിഖ് സംവിധാനരംഗത്തും ലാൽ അഭിനയരംഗത്തും കാലുറപ്പിച്ചു. ദിലീപിനെ നായകനാക്കി സിദ്ദിഖ് ഒരുക്കിയ ബോഡിഗാർഡ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. മലയാളത്തിൽ ദിലീപും തമിഴിൽ വിജയിയും ഹിന്ദിയിൽ സൽമാൻ ഖാനും വെട്ടിത്തിളങ്ങിയ ചിത്രം മൂന്നും സംവിധാനം ചെയ്തത് സിദ്ദിഖ് തന്നെയായിരുന്നു. ബോളിവുഡിൽ നിന്ന് പടം കോടികളാണ് വാരിയത്. നല്ല സിനിമകൾ, ഒത്തിരി നല്ല സിനിമകൾ, ഹൃദയം തുറന്ന് പൊട്ടിച്ചിരിക്കാൻ നമുക്ക് സമ്മാനിച്ച സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് 22 വർഷത്തിനു ശേഷം വീണ്ടും ഒന്നിക്കുകയാണ്. മലയാള സിനിമയുടെ വസന്തത്തിന് സൗരഭ്യം വർദ്ധിപ്പിക്കാൻ കിങ് ലയർ എന്ന ചിത്രത്തിലൂടെ ദിലീപിന്റെ സത്യനാരായണൻ എന്ന ഒരു സത്യവും പറയാതെ മുഴുവൻ കള്ളത്തരങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കഥാപാത്രമായിട്ടാണ് സിദ്ദിഖ് ലാലിന്റെ ശക്തമായ കടന്നുവരവ്. അഞ്ജലി എന്ന കഥാപാത്രമായി മഡോണ നായികയാവുന്ന കിങ് ലയറിന്റെ കഥയൊരുക്കിയത് സിദ്ദിഖും സംവിധാനം ചെയ്തത് ലാലുമാണ്. ലാൽ കിടിലൻ ഗെറ്റപ്പിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നുമുണ്ട്. കൊച്ചിയിലും വിദേശത്തുമായി ചിത്രീകരണം പൂർത്തിയാക്കിയ കിങ് ലയറിൽ ആശാ ശരത്തും ജോയ് മാത്യുവും മികച്ച വേഷങ്ങളുമായി എത്തുന്നുണ്ട്. കിങ് ലയറിന്റെ ഡയലോഗ് വിപിൻ ചന്ദ്രൻ ചെയ്തപ്പോൾ സംഗീതം അലക്സ് പോളിന്റേതാണ്. ഔസേപ്പച്ചൻ മൂവി ഹൗസാണ് ചിത്രം നിർമ്മിച്ചത്. ഗ്രാൻഡ് പ്രൊഡക്ഷന്റെ വിതരണത്തിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. ആരാധകരുടെ പ്രതീക്ഷയ്ക്കും മുകളിലായിരിക്കും ചിത്രമെന്നതിനാൽ സിദ്ദിഖ് ലാലിന് ഫിലിം കോർട്ടിന്റെ വിജയാശംസകൾ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോർട്ട്.